ഇതോടെ തുടർച്ചയായി 30 വർഷക്കാലം SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി നടേശനെയാണ് ഹൈക്കോടതി ഇന്ന് താഴെ ഇറക്കിയിട്ടുള്ളത്. ഏറ്റവും പുതിയൊരു വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി നടേശനെ SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഹൈക്കോടതി ഇന്ന് രാവിലെ അയോഗ്യനാക്കിയിരിക്കുകയാണ്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോടൊപ്പം തന്നെ ബോർഡിലെ ഡയറക്ടർമാരെയും അയോഗ്യരാക്കി കോടതി വിധിച്ചിട്ടുണ്ട്. ഇതോടെ തുടർച്ചയായി 30 വർഷക്കാലം SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി നടേശനെയാണ് ഹൈക്കോടതി ഇന്ന് താഴെ ഇറക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഇത്ര പെട്ടെന്ന് വെള്ളാപ്പള്ളി നടേശനെ SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയതെന്ന് നമുക്ക് പരിശോധിക്കാം. SNDP യോഗം കഴിഞ്ഞ 3 വർഷമായി ഓഡിറ്റ് ചെയ്യുന്നില്ല എന്നും കണക്കുകൾ കൃത്യമായി ഹാജരാക്കുന്നില്ല എന്നും കോടതിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ SNDP യൂണിയന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അയോഗ്യനാക്കിയിരിക്കുന്നത്. SNDPയുടെ വിവിധ സ്ഥാപനങ്ങളുടെ കണക്കുകളിൽ കൃത്രിമം കാണിച്ചതായും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കോടതിയുടെ പെട്ടെന്നുള്ള ഈ വിധിയുടെ പിന്നിൽ SNDP സംരക്ഷണ സമിതിയുടെ ചെയർമാൻ ചന്ദ്രസേനനും അതുപോലെ തന്നെ അന്തരിച്ച പ്രൊഫസർ സാനുമാഷും കൂടെ നൽകിയിട്ടുള്ള ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് SNDP അവരുടെ കണക്കുകളിൽ കൃത്രിമം കാണിക്കുന്നു, കൃത്യമായ ഓഡിറ്റ് നടത്തുന്നില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലും കൃത്യമായി വാദം കേട്ടതിന്റെ അടിസ്ഥാനത്തിലുമാണ് കോടതിക്ക് ബോധ്യമായത് SNDPയിലെ കണക്കുകൾ കൃത്യമല്ല, ഓഡിറ്റ് കൃത്യമായി നടക്കുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി വെള്ളാപ്പള്ളി നടേശനെയും അതുപോലെ തന്നെ മറ്റ് ഡയറക്ടർമാരെ ഉൾപ്പെടെ അയോഗ്യരാക്കി തീരുമാനിക്കുന്ന ഒരു വിധി ഇന്ന് രാവിലെ പ്രസ്താവിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വെള്ളാപ്പള്ളിയും MN സോമനും തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് SNDPയുടെ നേതൃസ്ഥാനത്ത് തുടരാൻ അർഹത ഇല്ല എന്നാണ് ഹൈക്കോടതി ഇന്ന് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. MK സാനുമാഷും ചന്ദ്രസേനനും സംസ്ഥാന സർക്കാരിന് ഈ SNDPയുടെ കണക്കുകളിലെ അവ്യക്തത ചൂണ്ടിക്കാണിച്ച് ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ SNDPയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന പ്രാതിനിധ്യ വോട്ടവകാശം എന്നുള്ള രീതിക്കെതിരെയും ഒരു പരാതി സംസ്ഥാന സർക്കാരിനും വിജിലൻസിനും നേരത്തെ നൽകിയിട്ടുള്ളതാണ്. അതിൽ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തതുകൊണ്ടാണ് സാനുമാഷും ചന്ദ്രസേനും ഹൈക്കോടതിയെ സമീപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഒരു വിധി പ്രസ്താവന നടന്നിട്ടുള്ളതുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ SNDP പിന്തുടർന്നു പോകുന്നത് അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് പ്രാതിനിധ്യ വോട്ടവകാശം എന്നുള്ള രീതിയിലാണ്. പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മാത്രം വോട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയാണ്. അപ്പോൾ അത് പറ്റില്ല. അത് മാറ്റിയതിനു ശേഷം SNDPയുടെ എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം നൽകണമെന്നാണ് SNDP സംരക്ഷണ മുന്നണിയുടെ നേതാവ് ചന്ദ്രസേനനും അതുപോലെ തന്നെ അന്തരിച്ച പ്രൊഫസർ VP സാനുമാഷും ഒക്കെ അന്ന് പരാതിയായി പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് കോടതിയുടെ പരിഗണനയിൽ നിലവിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നിലവിൽ വെള്ളാപ്പള്ളിക്കെതിരായി വന്നിട്ടുള്ള വിധി ഈ കണക്കുകളിലെ ക്രമക്കേടും അതുപോലെ കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നില്ല, 3 വർഷമായി കണക്ക് നൽകുന്നില്ല എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിധി വന്നിട്ടുള്ളതും SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശൻ അയോഗ്യനാക്കി വിധിച്ചിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ നിരന്തരം വിവാദ പരാമർശങ്ങൾ നടത്തി മുന്നണികളെയൊക്കെ തന്റെ ചൊൽപ്പടിക്ക് നിർത്തി മാടമ്പിയായി നിലകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. ഈ വലിയ തിരിച്ചടി അദ്ദേഹം എങ്ങനെ തരണം ചെയ്യുമെന്ന് വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.